ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അവൻ്റെ സ്നാനവും അവൻ്റെ ശുശ്രൂഷയുടെ ആരംഭമാണ്. സ്നാനത്തിലൂടെ വരുന്നത് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അവൻ പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നതാണ്. അവൻ പരീക്ഷകൾ, അവന് ടെംപ്റ്റേഷൻസ് അവനുണ്ടാകുന്നതാണ്. അധ്യായം 4. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ചു. ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകനടുത്ത് വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിലവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നെഴുതിയിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാചവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ച ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടു പോ, നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. നമ്മളുടെ പ്രവർത്തന മേഖലകളിൽ ഈ 11 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവിൻ്റെ പരീക്ഷകളെ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ജഡമോഹത്തിൽ നമ്മുടെ ഉപജീവനവും നമ്മുടെ ശരീരസുഖവും മാത്രം നോക്കുന്ന, അല്ലെങ്കിൽ കൺമോഹം കണ്ടാൽ അഞ്ചിപ്പിക്കുന്ന എല്ലാം നമ്മളുടെ പൊസിഷൻ, അല്ലെങ്കിൽ നമ്മളുടെ ആ നിലവാരങ്ങൾ, ജീവനത്തിൻ്റെ പ്രതാപം ഉന്നതമായിട്ട് നമ്മളൊരു മാജിക്ക് കാണിച്ച് ഇതെല്ലാം സാത്താൻ കൊണ്ടുത്തരുന്നതാണ്. അപ്പോൾ സാത്താനെ വിട്ട് പോകുന്ന യേശു പറഞ്ഞപ്പോൾ ദൂതന്മാർ വന്ന് ശുശ്രൂഷിച്ചു. സാത്താനെ പുറത്താക്കിയുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. എങ്കിൽ മാത്രമേ ദൂതന്മാർ നമ്മളെ ശുശ്രൂഷിക്കുകയുള്ളൂ. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ അതിനുശേഷം ആരംഭിക്കുകയാണ് 12-ാം വാക്യം മുതൽ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 12 മുതൽ വായിക്കുമ്പോൾ, യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസ്രത്ത് വിട്ട് സെബുലൂൻ്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർന്നഹൂമിൽ ചെന്നു പാർത്തു. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെയും ദേശത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാപ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. അവൻ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ളൊരു ശിമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയാസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല ഇട്ടേച്ച് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുന്നോട്ട് പോയാറെ സെബദിയുടെ മകൻ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാനും ഇന്ന് വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ടു. അവരെയും വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. യേശു പിന്നെ ഗലീലയിൽ ഒക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ്റെ ശ്രുതി സിറിയയിൽ ഒക്കെയും പരന്നു. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷവാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനവരെ സൗഖ്യമാക്കി. ഗലീല, ദെക്കപ്പലി, യെരുശലേം, യഹൂദ്യ, യോർദാനക്കരെ എന്നിവിടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ അവന് മരുഭൂമിയിൽ പ്രശ്നം. അത് കഴിഞ്ഞ് പത്രോസും അവൻ്റെ സഹോദരനായ അന്ത്രയാസിനെയും കാണുക. അത് കഴിഞ്ഞ് വല നന്നാക്കുന്ന ശിഷ്യന്മാരെ കാണുക. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ മുന്നിൽ ചെല്ലാൻ നമ്മൾ
യോഗ്യരല്ല. എന്നാൽ കർത്താവ് നമ്മളെ കണ്ട് യോഗ്യതയുള്ളതാക്കുന്ന യോഹന്നാൻ സ്നാപകൻ്റെ ആ എളിമയും ആ തൻ്റെടും അപ്രകാരം തന്നെ വിശുദ്ധ പത്രോസിനെ കർത്താവ് ആദ്യം വിളിച്ചതുപോലെ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ കർത്താവ് എൻ്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ടെന്ന് നല്ല ഓർമ്മയാണ്. പത്രോസ് പല പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. പക്ഷേ പത്രോസിനെ പുറകെ നടന്ന യേശു പിടിക്കുകയാണ്. എന്നെ നിങ്ങളുടെ പുറകെ വന്ന് യേശു പിടിക്കുന്നുണ്ട്. നമ്മൾ തള്ളിക്കളഞ്ഞാലും നമ്മൾ പിന്മാറിപ്പോയാലും നമ്മളുടെ കരത്തിൽ പിടിച്ച് യേശു നമ്മളെ വഴി നടത്തും. അപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന ഈ ശുശ്രൂഷ പോലെ എന്നെ നിങ്ങളുടെയും ശുശ്രൂഷ, ഇന്നത്തെ ദിവസം ചെയ്യാനുള്ള ശുശ്രൂഷ എന്താണോ അത് ചെയ്തു തീർക്കുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, പരിശുദ്ധ പിതാവേ, വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചു കൊള്ളണമേ. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗം ഞങ്ങൾക്കും ചെയ്തെടുക്കുവാൻ, ഈ കാലഘട്ടങ്ങളിൽ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യുവാൻ ബലഹീനമാകുന്ന ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഇതിലൂടെ ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ആശ്വാസം കൊടുക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുടുംബങ്ങളെ നയിച്ചു കൊള്ളണം, നടത്തിക്കൊള്ളണം. ഏറിയ കൃപ കൊണ്ട് നിറച്ചിടണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശു മൂലം തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.